എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആഫ്റ്റർനൂൺ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കാൻ ചോദിച്ചത്. രാവിലെ മുതൽ രാത്രി വരെയാണല്ലോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം വരെ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ സമയം സാഹചര്യം ഒത്തു വന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ മറന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിഭവം നമുക്ക് കാണിച്ചു തരാം. ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി ആയിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മണിക്കൊക്കെയാണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഉച്ച തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉച്ച മുതലാണ് തുടങ്ങിയത്. ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഗൈസ് കുറേ പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യാനില്ല. ലൈക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ കമൻറ്റ് ഇരുന്നാലും കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഞാനന്ന് ഫ്രണ്ട്സ് സൈഡേക്ക് മുമ്പത്തേക്ക് വന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ ഉണ്ണി വന്നത്. ഹായൊക്കെ പറയാറുണ്ട്, പക്ഷെ ആൾ മെയിൻ ചെയ്യണമെന്നേ ഇല്ല കേട്ടോ. ഞാൻ പറയുന്നുണ്ട് ഹായ് പറയാൻ, മെയിൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ എന്താ പറയുക, എണ്ണ തേച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം മറ്റൊരു എണ്ണ തേച്ചിട്ടുണ്ട്, പോയി കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് ലുക്ക് കാണണ്ടേ? എന്താണ് നിങ്ങൾക്ക്? ഒരു ഡ്രസ്സ് ഇടും, ഒരു ഷാളിടും, പിന്നെന്താ പാവാട ഇടും, പാൻറ്റ് പാവാട അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ ഇതാണ് നിങ്ങളെ ഫുൾ ലുക്ക് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എത്ര മാത്രമൊന്നുമില്ല ഗൈസ്, തന്നെ ഉള്ളൂ. പിന്നെ എൻ്റെ ഷോയാണ് നിങ്ങൾ പെട്ടി ഷോ എന്ന് തന്നെ പറയാം. ഇതിനകത്ത് തന്നെ പെട്ടി ഷോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉച്ചക്കത്തെ വിഭവങ്ങൾ എന്ന് പറയാം. ചോറുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ കലാപരിപാടികൾ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഒന്നും ചെയ്യുന്നില്ല, എന്നാലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ണെഴുതാ ഒക്കെ തോന്നിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഒരു വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മളുടെ കുട്ടിക്കുര പൗണ്ടറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റേത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. കേസ് ഇത് സത്യം പറയാം ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ഏപ്രിൽ ആ സമയത്തൊക്കെ എടുത്തിട്ട് വരികയാണ്. ഇപ്പം സെപ്റ്റംബർ ആയിട്ടില്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒന്ന് പൗണ്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സുഡിയോന്ന് വാങ്ങിയ അലിയറാണ്. പക്ഷേ ഇത് എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഐഷാഡ് ഇട്ടപ്പോൾ അതിൻ്റെ മേലെ കൂടെ തന്നെ സിൽക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ എഴുതുക കൂടുതൽ എഴുതുന്നത്. ഫംഗ്ഷന് പോകുമ്പോഴാണ് കൂടുതൽ എഴുതാറ്, പക്ഷെ എപ്പോഴും ഫംഗ്ഷന് പോകുമ്പോൾ എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. എനിക്ക് കണ്ണ് എഴുതാൻ അത്ര ഫോണിൽ നോക്കിയിട്ട് ക്യാമറ നോക്കി എഴുതാനുള്ള അത്ര കഴിവൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് കണ്ണാടി വെച്ചിട്ടാണ് എഴുതിയിരുന്നത്. അപ്പോൾ കണ്ണൊക്കെ എഴുതിയിട്ട് കണ്ണ് ഇത്തിനുള്ളൂ. എന്നിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണിക്ക് രാജാവാണ് പറയുക. രാജാവല്ല, സംഭവം എടുത്തല്ലേക്ക രാജാവിൻ്റെ പോലെ. അപ്പോൾ ഉണ്ണിക്ക് ചായപ്പൊടി പഞ്ചസാര ഇടുക പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ ലാസ്റ്റ് പോയിട്ടിട്ട് അപ്പോഴാണ് ഗൈസ് ഇപ്പം ഒന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ ഒരു എന്താ പറയുക ബഫലുണ്ടായിരുന്നു, പോത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിന് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് പോലെ പറയുന്നത് എനിക്കെന്നെ അറിയത്തില്ല. അപ്പോൾ എന്താ പറയുക ഗൈസ്, മധുരക്കിഴങ്ങാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഈവനിങ് സ്നാക്സ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ. പുതിയ വീഡിയോ ഇനി വരണമെങ്കിൽ കമൻറ്റ്. ബൈ.